പ്രധാനമായും 3 രീതികളിലൂടെയാണ് ഈ മാഫിയകൾ പ്രവർത്തിക്കുന്നത്. 1966 ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ചട്ടം 28 പ്രകാരം ഒരാൾ 12 വർഷത്തിലേറെ തുടർച്ചയായി ഒരു ഭൂമി കൈവശം വെച്ച് നികുതി അടയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തണ്ടപ്പേർ അവകാശം ക്ലെയിം ചെയ്യാൻ കഴിയും. പ്രവാസികളുടെയോ അല്ലെങ്കിൽ ഉടമസ്ഥർ ശ്രദ്ധിക്കാതിട്ടിരിക്കുന്നതോ ആയ ഭൂമികൾ കണ്ടെത്തി വ്യാജരേഖകളിലൂടെ ഈ നിയമം ദുരുപയോഗം ചെയ്ത് തണ്ടപ്പേർ മാറ്റുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുടെയോ ഡിജിറ്റൽ ഒപ്പുകളും സീലുകളും വ്യാജമായി നിർമ്മിച്ച് രേഖകളിൽ മാറ്റം വരുത്തുന്നു. വില്ലേജ് ഓഫീസുകളിലെ ചില ജീവനക്കാരുടെ ഒത്താശയോടെ ഇത്തരം കൃത്രിമങ്ങൾ നടക്കുന്നതായി അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മരിച്ച വ്യക്തികളുടെ പേരിലോ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചോ ഭൂമി കൈമാറ്റം ചെയ്യുന്ന രീതിയും ഇന്ന് വളരെ സജീവമാണ്. ഇത്തരം തട്ടിപ്പുകളെ തടയാൻ സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റമാണ് എന്റെ ഭൂമി പോർട്ടൽ. റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ എന്നീ 3 വകുപ്പുകളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഇത് ബന്ധിപ്പിക്കുകയാണ്. ഇനി ഓട്ടോമ്യൂട്ടേഷൻ. ഭൂമി രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ വില്ലേജ് രേഖകളിലും പോക്കുവരവ് തത്സമയം നടക്കുന്നു. മറ്റൊന്ന് കളർ കോഡിംഗ് സിസ്റ്റമാണ്. നിങ്ങൾ വാങ്ങാൻ പോകുന്ന ഭൂമി സുരക്ഷിതമാണോ എന്ന് സ്കെച്ചിലെ നിറങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം. പച്ച കളറാണെങ്കിൽ സുരക്ഷിതം എന്നും, മഞ്ഞയെന്നാൽ ഉടമസ്ഥാവകാശത്തിൽ പരാതിയുണ്ട് എന്നും, ചുവപ്പ് കളർ കാണുകയാണെങ്കിൽ സർക്കാർ ഭൂമിയുമായി ഈ വസ്തുവിന് തർക്കമുണ്ടെന്നും മനസ്സിലാക്കാം. ഇതിനോടകം 458-ലധികം വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായി കഴിഞ്ഞു. ഒരാൾക്ക് എവിടെയെല്ലാം ഭൂമിയുണ്ടെന്ന് കണ്ടെത്താൻ ഇപ്പോൾ യുണീക്ക് തണ്ടപ്പേർ നിലവിലുണ്ട്. നിങ്ങളുടെ 13 അക്ക തണ്ടപ്പേർ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ വ്യാജ പേരുകളിൽ ഭൂമി സ്വന്തമാക്കുന്നത് തടയാൻ കഴിയും. മൊബൈൽ ലിങ്ക് ചെയ്ത ആധാർ ഉള്ളവർക്ക് ഓൺലൈനായി ഇത് ചെയ്തെടുക്കാം. അല്ലാത്തവർക്ക് വില്ലേജ് ഓഫീസിലെ ബയോമെട്രിക് മെഷീൻ വഴിയും ഇത് ചെയ്യാം. ഒരു വ്യക്തിക്ക് പരമാവധി 7.5 ഏക്കറും കുടുംബത്തിന് 15 ഏക്കറും ഭൂമി മാത്രമേ കൈവശം വെച്ച് നിയമപരമായി ഇരിക്കാൻ കഴിയൂ. നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇടയ്ക്കിടെ രേഖകൾ പരിശോധിക്കുന്നത് ഒരു ശീലമാക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും എന്റെ ഭൂമി അല്ലെങ്കിൽ ഈ രേഖാ പോർട്ടൽ വഴി നിങ്ങളുടെ ഭൂമിയുടെ തണ്ടപ്പേർ വിവരങ്ങൾ പരിശോധിക്കണം. നിങ്ങളുടെ നികുതി നിങ്ങൾ ഓൺലൈനായി അടയ്ക്കുക. നികുതി അടച്ച രസീതുകൾ ഡിജിറ്റലായി സൂക്ഷിക്കുക. ഇതിലെ QR കോഡ് ഉപയോഗിച്ച് രസീതിന്റെ ആധികാരികത നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതാണ് മറ്റൊന്ന്. ഭൂമിയിൽ ബാധ്യതകളോ മറ്റിടപാടുകളോ നടന്നിട്ടുണ്ടോ എന്നറിയാൻ EC എടുത്ത് നോക്കുക. ഭൂമിക്ക് ചുറ്റും വേലിയോ മതിലോ കെട്ടുക. പ്രവാസികളായ വ്യക്തികൾ വളരെ വിശ്വസ്തരായ ആളുകളെ കൊണ്ട് സ്ഥലം ഇടയ്ക്കിടെയൊന്ന് പരിശോധിപ്പിക്കുന്നത് ബുദ്ധിയായിരിക്കും. രേഖകളിൽ മാറ്റം കണ്ടാൽ ഉടൻ തന്നെ വില്ലേജ് ഓഫീസർക്കോ എന്റെ ഭൂമി പോർട്ടലിലെ കംപ്ലൈന്റ് മൊഡ്യൂൾ വഴിയോ പരാതി നൽകണം. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ വഴിയും നിങ്ങൾക്ക് പരാതിപ്പെടാം. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രവാസികളായ ബന്ധുക്കളിലേക്കും എത്തിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.